ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്കിൻ്റെ, അതായത് LPSന് വേണ്ടി നടന്നത്. അതേപോലെ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ LPS. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ പേപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എന്തുള്ളൂ, GK ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളൂ. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സോ ഇതിൽ നിങ്ങൾക്കറിയാം, കോമൺലി ടെക്നിക്കൽ എക്സാമിനൊക്കെ ചോദിക്കുന്ന GK ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, കോമൺ PSC എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, അത് തിരിച്ചും ചോദിക്കാറുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇതിൽ കാണാം. ഇതിലിപ്പോൾ ഫസ്റ്റിലത്തെ 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ തന്നെ എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതെന്നുള്ള എന്ത് ചെയ്യും മനസ്സിലാവും. സോ ഇതിലിപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാനുള്ളത് 1 to 20 മാത്രമേ നോക്കാനുള്ളൂ കേട്ടോ. 20 മുതൽ 21 മുതലുള്ളത് എന്താണ്, അറബി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും അത് നമുക്ക് ഒഴിവാക്കാം. സോ നമുക്ക് ഇതിപ്പോൾ ഫൈനൽ ആൻസർക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ താഴെ ഉണ്ട് കേട്ടോ, താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് നോക്കാം. വേണമെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി. ഇത് ടെക്നിക്കൽ എക്സാം അല്ലാത്തവരുണ്ടെങ്കിൽ കേട്ടോ. സോ എന്തായാലും ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളതും എങ്ങനെയാണ് വന്നതെന്നൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ MC ആദ്യമായിട്ട് ഇതിൽ ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഈ ഒരു 10 എണ്ണത്തിൽ വന്നിട്ടുണ്ടെന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. MC ജോസഫ് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു രീതിയിലല്ല ചോദിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ലാർജസ്റ്റ് നോവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ നാലാമത്തതിൽ ചില മാച്ച് ദ ഫോളോയിങ്, ഇപ്പോൾ കേരള കൗമുദി CV കുഞ്ഞിരാമനൊക്കെ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് 5 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത് ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റഡ് ആണ്. ആറാമത്തത് റിപ്പീറ്റഡ് ആണ്, ഓരോ ഇയറും. അതേപോലെ കേരളത്തിൽ നടന്ന ആ ഒരു ഇപ്പോൾ ചാനാർ ലഹള നടന്ന വർഷം അത് റിപ്പീറ്റഡ് ആണ്. 7 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വന്നത് റിപ്പീറ്റഡ് ആണ്. പിന്നെ മാധവ് എന്നുള്ള ക്യാരക്ടർ ഏത് നോവലിലാണ്, റിപ്പീറ്റഡ് ആണ്. 9ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഏത് ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതും റിപ്പീറ്റഡ് ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ഇത് ചോദിച്ചിട്ടുണ്ട് മുമ്പ്, ഇതിൽ ആൻസർ ഇല്ല, അതുകൊണ്ടാണ് അത് ഡിലീറ്റ് ആയത്. എന്തായാലും ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും ജസ്റ്റ് നോക്കാം. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക. ആൻസർ ഞാൻ പറയുന്നതിന് മുമ്പ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, MC ജോസഫ് വാസ് വൺ ഓഫ് ദി ഫേമസ് ലീഡേഴ്സ് ഓഫ് റിനൈസൻസ് ഇൻ കേരള. ഇവിടെയുള്ള ലീഡറാണെന്നാണ്. തൃപ്പൂണിത്തറയിൽ ജനിച്ച കേട്ടോ, തൃപ്പൂണിത്തറയായിരുന്നു MC ജോസഫ്. MC ജോസഫായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അധിക കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. ഒന്നും അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. മൂക്കാഞ്ചേരിയിൽ ചെറിയാൻ ജോസഫ്, MC എന്നുള്ളത് അതിൻ്റെ ഫുൾ ഫോമാണ്. മൂക്കാഞ്ചേരിയിൽ ചെറിയാൻ, ഓക്കെ, ജോസഫ്. ഇനി ഇയാളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതാണ്, യുക്തിവാദി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കേരള സാംസ്കാരിക രംഗത്ത് MC ജോസഫ് കേട്ടോ. യുക്തിവാദി, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യുക്തിവാദി എന്ന് വെച്ചാൽ കേരളത്തിലെ ആദ്യത്തെ ഒരു യുക്തിവാദി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെയിൻ സ്ട്രീമിൽ വരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ MC ജോസഫ്. അതേപോലെ കേരളത്തിൽ എനിക്ക് യുക്തിവാദി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഏകദേശം ഒരാളെയും കൂടി ഓർമ്മ വരും, സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ മലയാളത്തിലെ ആദ്യ നിരീശ്വരവാദ മാസികയായിട്ടുള്ള യുക്തിവാദി എന്ന് ആരംഭിക്കാൻ സഹോദരൻ അയ്യപ്പനെ സഹായിച്ചതാരാ, MC ജോസഫ്. അപ്പോൾ ഇതുമായിട്ട് കൺഫ്യൂഷൻ ആകരുത്. യുക്തിവാദി എന്നുള്ള മാഗസിൻ ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്, പക്ഷേ യുക്തിവാദി എന്നറിയപ്പെടുന്നത് ആരാണ്, MC ജോസഫാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ, ശരിയായിട്ടുള്ള ഏതാണെന്നാണ്. വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്. ഒന്ന്, ഹി ഫൗണ്ടഡ് സമത്വ സമാജം സ്ഥാപിച്ചത്, ശരിയാണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആത്മാനുതാപവും ദർശനമാലയും അയാൾ വർക്കാണ്, അല്ല. ഇത് രണ്ടും അയാളുടേതല്ല, അത് ഞാൻ പറയാം ഏതൊക്കെയാണെന്നുള്ളത്. 3, ഹി ഓർഗനൈസ്ഡ് കല്ലുമാലയും ആരല്ല, വൈകുണ്ഠ സ്വാമികളല്ല, അതും ഞാൻ പറയാം ആരാന്നുള്ളത്. 4ാമത്തെ, ഹി മെയ്ഡ് മിറർ കോൺസെൻട്രേഷൻ, എന്തിൻ്റെ മിറർ കോൺസെൻട്രേഷൻ നടത്തിയിട്ടുണ്ട്. സോ ഇതിൽ 1, 4 ആണ് ഓപ്ഷനായിട്ട് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. 1, 4 ക്ലിയർ ആണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള എന്തായിരുന്നു, ആത്മാനുതാപവും ദർശനമാലയൊക്കെ ആരുടെ. അതേപോലെ കല്ലുമാല സമരം നടത്തിയതാരാ. ആദ്യം ഞാൻ കല്ലുമാലയെ പറ്റി പറയാം. കല്ലുമാല സമരം നടന്നത് എപ്പോഴാണെന്ന് പഠിക്കണം, ആരാണ് സംഘടിപ്പിച്ചതെന്നുള്ളത് നിങ്ങൾ പഠിക്കണം. പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക്, അതായത് ആഭരണങ്ങൾ ധരിക്കുന്നതിനായിട്ട് സംഘടിപ്പിച്ച കല്ലുമാല സമരം നടത്തിയത്, പ്രക്ഷോഭത്തിൻ്റെ നേതാവ് നടന്നത് അയ്യങ്കാളിയാണ്. ഇനി നടന്ന വർഷം നടന്നത് 1915 അത് നടന്ന സ്ഥലം നടന്നത് പെരിനാട്, കൊല്ലം. പെരിനാട് നിർബന്ധമായിട്ട് പഠിക്കണം, കാരണം ഇത് പെരിനാട് ലഹള എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് ഏത്, ഈ കല്ലുമാല സമരം. ഓക്കെ, അത് ഒരു പോയിന്റ്. ഇതൊക്കെ ചോദിക്കാറുണ്ട്, ഇതൊക്കെ 3 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്.
ഇനി ഇതിൽ ചോദിച്ചിരിക്കുന്ന 2 ബുക്കുകൾ നോക്കി നിങ്ങൾ, ആത്മാനുതാപവും അതേപോലെ ദർശനമാലയും. ആത്മാനുതാപം ആരുടെ ബുക്കാണ്? ഇത് പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്നതാണ്. ആത്മാനുതാപം കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ്റെതാണ്. ഓക്കെ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ്റെ ബുക്കാണ് ആത്മാനുതാപം എന്നുള്ളത്. അതേപോലെ ദർശനമാല എന്നുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെ ബുക്കാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ലാർജസ്റ്റ് നോവൽ ഇൻ മലയാളം ലിറ്ററേച്ചർ. മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ നോവൽ. ഓക്കെ, ഏതാ ഏറ്റവും വലിയ നോവൽ നടന്നത്? അവകാശികളാണ്. ഓക്കെ, അവകാശികൾ ഓപ്ഷൻ ഡി ആണ്. ഈ മലയാള നോവൽ ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ട കോമൺ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. നോവലുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ നോവൽ ചോദിക്കാറുണ്ട്, കുന്തലത. ആദ്യത്തെ നോവൽ കുന്തലത, അപ്പു നെടുങ്ങാടിയാണ് എഴുതിയിരിക്കുന്നത്. ഇനി മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്ന് ചോദിച്ചാൽ ഇത് മാറി, ഇന്ദുലേഖയായി കേട്ടോ. അത് കോമണിന് ഒരു പേരിനൊരു സാമ്യം ഉണ്ടെന്നുള്ളൂ. ഇത് ചന്തുവനാണ് എഴുതിയത്. ഓക്കെ, ഇന്ദുലേഖ എഴുതിയത് ചന്തുവനാണ്. ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് അത്. ഇനി മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മയാണ്. CV രാമൻപിള്ള എഴുതിയ മാർത്താണ്ഡവർമ്മ എന്ന നോവലാണ് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ. ഇതിൽ ചെമ്മീൻ ഉണ്ടായിരുന്നല്ലേ, ചെമ്മീനൊരു പ്രത്യേകത ഉണ്ട്. എന്താ ചെമ്മീൻ? ഓപ്ഷൻ എ ചെമ്മീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മലയാള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവലാണ് ഇത് ചെമ്മീൻ എന്നുള്ളത്. ഇനി അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഈസ് റോങ്ലി മാച്ച്ഡ്. അതായത് റോങ് ആയിട്ട് മാച്ച് ചെയ്ത പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിലേതൊക്കെയാണ്? കേരള കൗമുദി CV കുഞ്ഞിരാമൻ, അത് ശരിയായിട്ടുള്ള പേരാണ്. സമദർശി KP കേശവദേനോൻ, തെറ്റാണ്. മിതവാദി T ശിവശങ്കരൻ, അത് ശരിയാണ്. വിവേകോദയം വള്ളത്തോൾ നാരായണ മേനോൻ അല്ല. ഇതിൽ 1ഉം 4ഉം ആണ് എന്തേ ശരിയായിട്ടുള്ളത്. 1ഉം 4ഉം ആണ്. പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്ന റോങ്ലി മാച്ച്ഡ് അല്ലേ. സോ ഇതിൽ 2, 3ഉം ആണ് റോങ്ലി മാച്ച്ഡ് കേട്ടോ. ഇതാണ് ആൻസർ. ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരിക. ഇതിൽ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതെന്ന് പറയാം. പ്രത്യേകിച്ച് ഈ വിവേകോദയം. ഓക്കെ, മിതവാദി എന്താ? T ശിവശങ്കരൻ ആരംഭിച്ച പത്രമാണ് ഇത്, മിതവാദി. 1907 ആരംഭിക്കുന്നത്. അതിൻ്റെ എഡിറ്ററായിരുന്നു ആരും? മൂർക്കോത്ത് കുമാരൻ. മൂർക്കോത്ത് കുമാരനെയാണ് ഏകദേശം എല്ലാവർക്കും പരിചയമുണ്ട്. മൂർക്കോത്ത് കുമാരൻ ഈ മിതവാദിയുടെ ആദ്യത്തെ എഡിറ്ററായിരുന്നു. T ശിവശങ്കരനാണ് എന്ത് ചെയ്യുന്നത്? മിതവാദി പത്രം ആരംഭിച്ചത്. അത് ആ ഒരു കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഇതിൽ വിവേകോദയം, നിങ്ങൾക്കിവിടെ വിവേകോദയം കാണാം 3ാമത്തെ ഓപ്ഷനായിട്ട് സ്റ്റേറ്റ്മെൻറ്റായിട്ട്. SNDP യോഗത്തിൻ്റെ മുഖപത്രമായിരുന്നു ഇത്, ഈ വിവേകോദയം എന്നുള്ളത്. അത് 1904 തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചാണ് ഇത് വിവേകോദയം. അപ്പോൾ മഹാകവിയായിട്ടുള്ള കുമാരനാശാനായിരുന്നു അന്നെന്ത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി. അതുകൊണ്ട് അദ്ദേഹം തന്നെയായിരുന്നു പത്രാധിപർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിവേകോദയം പത്രം SNDPയുടെ മുഖപത്രമായിരുന്നു. ഇനി ആരായിരുന്നു പത്രാധിപർ എന്ന് വെച്ചാൽ കുമാരനാശാനാണ് പത്രാധിപർ. ആ കാര്യം കൊണ്ട് ഓർത്ത് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ദ ഇയർ. ഏത് വർഷമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത്? വിത്ത് ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1950 ജനുവരി 26. ഇനി എന്തുകൊണ്ടാണ് ഈ ജനുവരി 26 തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം എന്തുകൊണ്ടാണ്? അതായത് 1929 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിസംബർ 31 ഒരു INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനം നടന്നു. അർദ്ധരാത്രിയിൽ ലാഹോറിൽ വെച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം ലാഹോർ സമ്മേളനം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള INC സമ്മേളനങ്ങളൊന്നാണ് ലാഹോർ സമ്മേളനം. അപ്പോൾ അന്ന് ഒരു കാര്യം അവർ തീരുമാനിക്കുന്നുണ്ട്. എന്താണ്? അതായത് പൂർണ്ണ സ്വരാജ് നടപ്പാക്കണം. അതുകൊണ്ട് തന്നെ 1930 മുതൽ എന്ത് ചെയ്യണം? ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായിട്ട് എന്ത് ചെയ്യണം? ആഘോഷിക്കണം. സോ അങ്ങനെ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ ജനുവരി 26 തന്നെ റിപ്പബ്ലിക് ദിനമായിട്ട് തിരഞ്ഞെടുത്തത്. ഈ ഇയറും ഡേറ്റും പഠിക്കുമ്പോൾ എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒഫീഷ്യലി ഓരോന്നും നിലവിൽ വന്നത് എപ്പോഴാണെന്നുള്ളത്. അപ്പോൾ ദേശീയ പതാക 1947 ജൂലൈ 22. ഓക്കെ, ദേശീയ പതാക. ഇനി 2 ഗാനം, നമുക്ക് ഒരു ഗാനമുണ്ട്, ഒരു ഗീതമുണ്ട് അല്ലേ? വന്ദേ മാതരവും ജനഗണമന. സോ ഒരു ദേശീയ ഗാനവും ഗീതവും വന്നിരിക്കുന്നത് ഇപ്പോൾ 1950 ജനുവരി 24 കേട്ടോ. ജനുവരി 24. അതായത് ഇങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ മതി. എങ്ങനെ? 2 ഗാനങ്ങളും വന്നിരിക്കുന്നത്, അതായത് ഗീതവും ഗാനവും ഞാൻ ഒന്നിച്ച് പറയുകയാണെ. 2 ഗാനങ്ങൾ വന്നിരിക്കുന്നത് റിപ്പബ്ലിക് ഡേയ്സിൻ്റെ 2 ദിവസം മുമ്പാന്ന് ഓർത്ത് വെച്ചാൽ മതി. സോ ആ 2 എന്നുള്ള കണക്ഷൻ കിട്ടിയാൽ ജനുവരി 24 എന്നുള്ള എന്ത് ചെയ്യും? അവിടെ കിട്ടും. ഇനി ദേശീയ മുദ്ര ഇപ്പോൾ ജനുവരി 26 റിപ്പബ്ലിക് ഡേ അന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നിലവിൽ വന്നത്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. അതായത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന ഏതൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ, 1 ചാന രജിസ്ട്രേഷൻ 1989 തെറ്റാണ്. ഈഴവ മെമ്മോറിയൽ 86 തെറ്റാണ്. വൈക്കം സത്യാഗ്രഹം 24 ശരിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 36 തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിലേത് മാത്രമേ ഉള്ളൂ?
ഓപ്ഷൻ ഡി 3 മാത്രമാണ്. സോ ഇതിൻ്റെ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ചാനാർ അജിറ്റേഷൻ. ഞാൻ ഓരോന്നായിട്ട് ചോദിക്കാം. ചാനാർ അജിറ്റേഷൻ, ചാനാർ ലഹള നടന്നത് 1859 കേട്ടോ. ഇവിടെ തന്നിരിക്കുന്ന നോക്കി 1759. ആ ഒരു ഡിഫറൻസ് നോക്കൂ. 1859 ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മറക്കാനുള്ള അവകാശത്തിനായിട്ട് എന്ത് ചെയ്യുന്നത്? തിരുവിതാംകൂറിൽ സമരം നടക്കുന്നത് 1859. ഓക്കെയാണ്, ആ ഇയർ ഓർത്ത് വെച്ചോണം. ഇനി രണ്ടാമത് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത് ഈഴവ സമുദായത്തിന് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹർജിയാണ്. അതായത് പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ, ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഹർജിയാണ്. 1896 സെപ്റ്റംബർ 3 എന്ത് ചെയ്യും? ഈ ഇയർ വിത്ത് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തിരുവിതാംകൂറിൽ അന്നത്തെ രാജാവായിട്ടുള്ള ശ്രീമൂലം തിരുനാളിന് എന്ത് ചെയ്യുന്നുണ്ട്? സമർപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചു. പിന്നെ 1896 കഴിഞ്ഞാൽ 1900 എന്ത് ചെയ്യുന്നുണ്ട്? ഇത് രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത് അവിടെ സമർപ്പിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ അത് കഴ്സൺ പ്രഭുവിനാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഹർജി കൊടുക്കുന്നത്. ഈ ഡേറ്റ് ഇയർ ഓർത്തുക്കണേ. പിന്നെ ഉള്ളതിൽ എന്താണ് നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഇയറും ഇവിടെ തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. 36 31 ഗുരുവായൂർ സത്യാഗ്രഹം. നവംബർ 1 കേട്ടോ. വിത്ത് ഈ ഡേറ്റ് ഓർത്തുക്കണേ. സത്യാഗ്രഹം ആരംഭിച്ചു. അതിൻ്റെ നേതാക്കൾ ആരൊക്കെയാണ്? കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭനൊക്കെ ഉണ്ട്. അതിൽ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി കെ കേളപ്പനായിരുന്നു. അത് എന്ത് ചെയ്യാൻ അത് അവിടെ തന്നെ കറക്റ്റായിട്ട് തന്നെ ഓർത്ത് വെക്കണം. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ. അതായത് RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ് ചെയ്ത ഇയർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. 2005 ഏതാണ്? ജൂൺ 15 കേട്ടോ. 2005 വിത്ത് ഇയർ ഡേറ്റ് ഓർത്ത് വെക്കണേ. 2005 ജൂൺ 15 എന്ത് ചെയ്യുന്നത്? ഓക്കെ. ഇനി ഇതിൽ ജൂൺ 15 ശരിക്കും പാർലമെൻറ്റ് പാസ്സാക്കുന്നതാണ്. ശരിക്കും നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12 ഇതൊക്കെ മുമ്പ് മാറിയിട്ട് ചോദിക്കാറുണ്ടായിരുന്നു. പാർലമെൻറ്റ് പാസ്സാക്കിയതും അതേപോലെ നിലവിൽ വന്നതും. നിലവിൽ വരുന്നതെന്ന് വെച്ചാൽ എന്താ അങ്ങനെ ഉദ്ദേശിക്കുന്നത്? അത് പ്രസിഡന്റ് സൈൻ ചെയ്യുമ്പോഴാണ് അത് നിലവിൽ വരുന്നത്. സോ ഒക്ടോബർ 12 നിലവിൽ വന്നത്. ഇനി അതിനുശേഷം ഇപ്പോൾ 2019 റീസെൻ്റായിട്ട് 2019 ഇതിനൊരു ഭേദഗതി വന്നിട്ടുണ്ട്. സോ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഭേദഗതി അമെൻഡ്മെൻറ്റ് എപ്പോഴാണ് വന്നതെന്ന് വെച്ചാൽ 2019 കേട്ടോ. ഇത് ഒന്ന് ഓർത്ത് നോക്കണേ. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് നോവൽ പോർട്രേറ്റ്സ് എ ക്യാരക്ടർ മാധവൻ. മാധവൻ എന്നുള്ള ക്യാരക്ടർ ഏത് നോവലിലെ ഏത് പബ്ലിക്കേഷനിലാണെന്നാണ് ചോദിക്കുന്നത്. ഏതിലെ? ഇന്ദുലേഖയിലെ ക്യാരക്ടറാണ് ഏത്? മാധവൻ എന്നുള്ളത്. അടുത്തത് ഈ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇന്ദുലേഖയിലെ തന്നെ ഇപ്പോൾ മാധവൻ ചോദിക്കാറുണ്ട്, സൂരി നമ്പൂതിരിപ്പാട്, അതേപോലെ പഞ്ചുമേനോൻ. സൂര്യ നമ്പൂതിരിപ്പാട് മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ദുലേഖയിലെ ക്യാരക്ടേഴ്സാണ് ഇവ 3 പേര്. പിന്നെ അപ്പുണ്ണി എന്നുള്ള ക്യാരക്ടർ ഇതിലാണ് വരുന്നത്? നാലുകെട്ടിലെ MT വാസുദേവൻ നായരുടെ നാലുകെട്ടിലെ ക്യാരക്ടറാണ് ഇത്, അപ്പുണ്ണി. ഇനി ഖസാക്കിൻ്റെ ഇതിഹാസം, OP വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ക്യാരക്ടറാണ് ഇത്, രവി, അപ്പുക്കിളി, നൈസാം അലി, അല്ലാപ്പിച്ച മൊല്ലാക്ക, മൈമൂന. ഇതിൽ അല്ലാപ്പില്ല മൊല്ലാക്കയും അതേപോലെ അപ്പുക്കിളിയൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ് ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ. വെള്ളായിയപ്പൻ റീസെൻ്റായിട്ട് കുറച്ച് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊരു ഒരു കഥാപാത്രമായിരുന്നു ഇത്, വെള്ളായിയപ്പൻ. കടൽ തീരത്ത് എന്നുള്ള ബുക്കിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നതാണ്? ആർട്ടിക്കിൾ 32. ഓക്കെ, ആർട്ടിക്കിൾ 32 എന്താ? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ഏത്? കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്. ഇനി ഇതിൽ ശരിക്കും നമ്മൾ പഠിക്കേണ്ടത് ഇപ്പോൾ സമത്വം ഭരണഘടനയിൽ സമത്വം പറയുന്നത് ഏതൊക്കെ ആർട്ടിക്കിൾ മുതലാണ്? 14 മുതൽ 18 വരെയാണ്. 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളുകൾ. 23, 24 ഇതൊക്കെ ചോദിക്കാറുണ്ടേ. ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിനെ പറ്റി പറയാവുന്നതാണ് 23, 24. 25, 28 മുതൽ വരെയാണ് മതസ്വാതന്ത്ര്യം. 29, 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം. ഇതൊക്കെയാണ് ഈ റീസെൻ്റായിട്ട് ഇപ്പോൾ ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളാണ് ഇതിൽ പറയുന്നത്. ആർട്ടിക്കിൾ 29, 30 പറയുന്നത്. ഓക്കെ, ഇത് ഓരോന്നും ഉള്ളിലേക്ക് കടന്ന് പഠിക്കണം, അത് വേറെ കാര്യമാണ്. എന്നാലും കോമൺ ആയിട്ട് ഇങ്ങനെയും ചോദിക്കാറുണ്ട്. 10ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കമ്മിറ്റി സജസ്റ്റ് ദ ഐഡിയ ഓഫ് അലോയിങ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അലോ ചെയ്യുന്ന ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരം? ഇതിൽ ആൻസർ ഇല്ല. ശരിക്കും ആൻസർ വരുന്ന സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് എഴുതുന്നത്. മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. മൗലിക കടമ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അത് ഏതിലാണ് വരുന്നത്? അനുച്ഛേദം ആർട്ടിക്കിൾ 51A കേട്ടോ. അമെൻഡ്മെൻ്റ് ആയതുകൊണ്ടാണ് ആർട്ടിക്കിൾ 51A എന്ന് വരുന്നത്. സോ ഭാഗം 4A. ഓക്കെ,
ഭാഗം 4A, അതും അമെൻഡ്മെൻ്റ് ആയതുകൊണ്ടാണ് എ വരുന്നത്. അപ്പോൾ ഭാഗം 4A അനുച്ഛേദം 51A എന്ത് ചെയ്യുന്നത്, മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു കാര്യം കൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തുക. സരൺ സിംഗ് കമ്മിറ്റി മറന്നുകൊണ്ട്, സരൺ സിംഗ് കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയാണ് 10 ക്വസ്റ്റ്യൻസ്. അടുത്തൊരു 10 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്യുക. നമുക്ക് പിന്നീട് പ്രാവശ്യം എന്ത് ചെയ്യുക, ആ ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.